ഹായ് എവറി വൺ. നമ്മുടെ അമ്മമാർക്കൊക്കെ എന്ത് മദേഴ്സ് ഡേ അല്ലേ. അന്നത്തെയൊക്കെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും വീട്ടിലെ പണിയും പറമ്പിലെ പണിയും ഒക്കെ കഴിഞ്ഞ് ഈ മദേഴ്സ് ഡേ ഒക്കെ ആരും ഓർക്കാൻ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് അമ്മമാർക്കുള്ള ഗിഫ്റ്റ് കൊണ്ടുവരുന്നു, ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു. ഡൈനിങ് ഔട്ട്, ഫാമിലി ഗാദറിംഗ് അറ്റ് ചർച്ച്, എവിടെ നോക്കിയാലും മദേഴ്സ് ഡേ സെലിബ്രേഷന്റെ ഒരു വൈബാ. ഞാൻ ഇന്ന് അമ്മയെ വിളിച്ചായിരുന്നു. മദേഴ്സ് ഡേ വിഷ് ചെയ്യാനും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനാണ് വിളിച്ചേ. പക്ഷെ അമ്മയ്ക്ക് നമ്മളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, മോനും മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ, കുഞ്ഞുമക്കൾ എന്തൊക്കെ പറയുന്നു, ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് കൂടുതൽ തിടുക്കം. അമ്മ പറയാ, മക്കളെ നിങ്ങളൊക്കെ അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. പണ്ടൊക്കെ അമ്മമാര് അന്ന് അനുഭവിച്ച ആ ത്യാഗങ്ങളും അവർ ത്യജിച്ച സന്തോഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ ഈ സന്തോഷകരമായ ജീവിതം. അന്ന് ഒരുമിച്ചൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അമ്മയോട് അമ്മ ഒരു വറുത്തുമീനും കൂടെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയുടെ പങ്കിൽ നിന്ന് എടുത്ത് നമുക്ക് തരും. അമ്മ കഴിച്ചോ, അമ്മയ്ക്ക് മീനുണ്ടോ എന്നും നമ്മളന്ന് ഓർക്കാറില്ല. നമ്മുടെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷം. ഇന്ന് ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്കും അമ്മയൊക്കെ വിളിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും വൈകാറുണ്ട്. നമ്മളവിടെ ഇവിടെ ഓക്കെ ആയിരിക്കുമോ, നമ്മൾ സുഖമായിട്ടിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടാവും. അപ്പോൾ ഈ മദേഴ്സ് ഡേയിൽ അമ്മേനെ വിളിക്കാത്തവർക്ക്, അമ്മയായിട്ട് വഴക്കിട്ടിരിക്കുന്നവർ അമ്മേനെ വിളിക്കണം, വിളിച്ച് വിഷ് ചെയ്യണം. സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഗിഫ്റ്റ് കൊടുത്താലും ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിലും അമ്മയ്ക്ക് നമ്മോടുള്ള സ്നേഹം എന്നും ഒന്ന് തന്നെയായിരിക്കും. ഈ ലോകത്ത് നമുക്കൊരു പ്രശ്നം വന്നാലേ നമ്മളെ മുൻവിധികളില്ലാതെ മനസ്സിലാക്കാൻ, നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഏറ്റവും നല്ലൊരു ഉപദേശം തരാൻ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുക. ഇറ്റ് ഈസ് എൻ അൺകണ്ടീഷണൽ ലവ്. ആ സ്നേഹത്തിൻ്റെ ആഴം അളക്കാനുള്ള കോലൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ഇൻക്രെഡിബിൾ മദേഴ്സ്.